Welcome to Arcade Stories. പ്രിയ പ്രണയിനി ഭാഗം 36. രചനയും അവതരണവും രഘുദാസ് കട്ടുങ്കൽ. കമ്പിളിത്തോടിലെ ബസ് സ്റ്റോപ്പിൽ കിതച്ചുകൊണ്ടുവന്നു നിന്ന കല്ലടയാറിന്റെ ബസ്സിൽ നിന്നും ദേവനും ഗൗരിയും ഇറങ്ങുമ്പോൾ സമയം ഏകദേശം രാവിലെ 7 മണിയോടടുത്തിരുന്നു. പുറത്തേക്കിറങ്ങിയതും മലനിരകളെ തഴുകിയെത്തുന്ന തണുത്ത കാറ്റ് അവരെ പൊതിഞ്ഞു. ഹൈറേഞ്ചിന്റെ മനോഹാരിത മുഴുവൻ ആവാഹിച്ചതുപോലെ ഒരു പ്രഭാതം. ചുറ്റും നോക്കത്താ ദൂരത്തോളം വ്യാപിച്ചു കിടക്കുന്ന തേയിലത്തോട്ടങ്ങളും ഏലക്കാടുകളും കോടമഞ്ഞിന്റെ നേർത്ത പുതപ്പിനുള്ളിൽ ഒളിച്ചിരിക്കുന്നു. ഇലത്തുമ്പുകളിലെ മഞ്ഞുതുള്ളികൾ സൂര്യപ്രകാശത്തിൽ മഞ്ഞുകൾ പോലെ തിളങ്ങി നിന്നു. ആ തണുപ്പ് അവരുടെ ശരീരത്തിലേക്ക് മരിച്ചു കയറി. പക്ഷെ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ മാത്രം ഉന്മേഷം ഗൗരിക്കുണ്ടായിരുന്നില്ല. ഉറക്കത്തിന്റെ ആലസ്യം വിട്ടുമാറാത്ത കണ്ണുകളോടെ ഒരു കൊച്ചു കുട്ടിയെപ്പോലെ അവൾ ദേവന്റെ കയ്യിൽ തൂങ്ങിപ്പിടിച്ചു നിന്നു. ബസ്സിലെ ദീർഘദൂര യാത്രയുടെ ക്ഷീണം അവളുടെ മുഖത്ത് പ്രകടമായിരുന്നു. തൊട്ടടുത്തെവിടെയെങ്കിലും ഒരു ഹോട്ടൽ മുറി കിട്ടുമോ എന്നറിയാൻ ദേവൻ ചുറ്റും കണ്ണോടിക്കുന്നതിനിടയിലാണ് മഞ്ഞിലൂടെ നടന്ന് തങ്ങൾക്കടുത്തേക്ക് വരുന്ന ഒരു ചെറുപ്പക്കാരനെ അവൻ ശ്രദ്ധിച്ചത്. ദേവൻ ആളെ മനസ്സിലായില്ല. അടുത്തെത്തിയപ്പോൾ ആ ചെറുപ്പക്കാരൻ ഒരു പുഞ്ചിരിയുടെ കൈനീട്ടി. ദേവനന്ദ സാറല്ലേ? അതെ. അവൻ നീട്ടിയ കയ്യിൽ പിടിച്ച് കുലുക്കിക്കൊണ്ട് ദേവൻ മറുപടി പറഞ്ഞു. പക്ഷെ അവന്റെ മുഖത്തെ സംശയം അപ്പോഴും മാറിയിരുന്നില്ല. അപരിചിതമായ ഒരിടത്ത് തന്നെ പേര് ചൊല്ലി വിളിച്ച ആളെ അവൻ സൂക്ഷ്മമായി ഒന്ന് നോക്കി. ഞാൻ ക്രിസ്റ്റഫർ, സെബാസ്റ്റ്യൻ സാറിന്റെ അനിയനാ. ഓ, ക്രിസ്റ്റി. ആളെ പിടികിട്ടിയതും ദേവന്റെ മുഖത്തെ സംശയം മാറി അവിടെ ഒരു ചിരി വിരിഞ്ഞു. പക്ഷേ ക്രിസ്റ്റി എന്ന ആ പേര് കേട്ടതും അതുവരെ ദേവന്റെ തോളിൽ തൂങ്ങി നിന്നിരുന്ന ഗൗരി ഞെട്ടലോടെയാണ് തല ഉയർത്തിയത്. ഉറക്കത്തിന്റെ ആലസ്യം നിമിഷ നേരം കൊണ്ട് അവളുടെ കണ്ണുകളിൽ നിന്നും മാഞ്ഞു പോയിരുന്നു. നേരിയ അമ്പരപ്പ് നിറഞ്ഞ കണ്ണുകളോടെ അവൾ ക്രിസ്റ്റിയെ ഉറ്റുനോക്കി. ക്രിസ്റ്റി അത് ശ്രദ്ധിച്ചെങ്കിലും കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് സംസാരം തുടർന്നു. ഇച്ചായം വിളിച്ചു പറഞ്ഞിരുന്നു നിങ്ങൾ ഈ വണ്ടിയിലാ വരുന്നതെന്ന്, അതുകൊണ്ടാ കാത്തു നിന്നത്. ഒരു പ്രതികരണത്തിന് കാക്കും പോലെ അവൻ ഇരുവരെയും നോക്കി. ഞങ്ങള് ഇവിടെ അടുത്തെവിടെയെങ്കിലും റൂമൊന്നും എടുത്തിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് അങ്ങോട്ട് വരാമെന്നാ കരുതിയത്. അത് കേട്ട് ക്രിസ്റ്റി ചിരിച്ചുകൊണ്ട് തലയാട്ടി. ഏയ്, അതൊന്നും വേണ്ട സാർ, റൂം എടുക്കേണ്ട ഒരു ആവശ്യമില്ല. മാത്രമല്ല ഇവിടെ അടുത്തെങ്ങും താമസിക്കാൻ പറ്റിയ നല്ല ഹോട്ടലുകളൊന്നുമില്ല. നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. അവിടെ ചെന്ന് ഫ്രഷ് ആകാം. അമ്മച്ചിയും അപ്പച്ചനും നിങ്ങളെയും പ്രതീക്ഷിച്ചിരിക്കുക. ക്രിസ്റ്റിയുടെ നിർബന്ധത്തിന് വഴങ്ങണോ എന്നറിയാതെ ദേവൻ ഗൗരിക്ക് നേരെ തിരിഞ്ഞു. അവൾ പക്ഷെ അഭിപ്രായമൊന്നും പറയാതെ നിന്നതേയുള്ളൂ. എങ്കിൽ പിന്നെ നമുക്ക് സെബാസ്റ്റ്യൻ സാറിന്റെ വീട്ടിലേക്ക് തന്നെ പോകാം അല്ലേ ഗൗരി? അവൻ ചോദിച്ചു. അതിനും അവൾ മറുപടി ഒന്നും പറഞ്ഞില്ല. സമ്മതമോ എതിർപ്പോ പ്രകടിപ്പിക്കാതെ ഒരു ശീല പോലെ നിന്നതേയുള്ളൂ. അവളുടെ ആ മൗനം സമ്മതമായി എടുത്തുകൊണ്ട് ദേവൻ ക്രിസ്റ്റിയോട് തലയാട്ടി. ആ പിന്നെ ഈ സാറേ എന്നുള്ള വിളിയൊന്നും വേണ്ട, നമ്മൾ ഏകദേശം ഒരേ പ്രായമല്ലേ, അതുകൊണ്ട് ദേവൻ അത് മതി. ക്രിസ്റ്റി തലയാട്ടി ചിരിച്ചു. റോഡിന്റെ സൈഡിൽ പാർക്ക് ചെയ്തിരുന്ന കറുത്ത നിറമുള്ള ഒരു BMW കാറിലേക്കാണ് അവൻ അവരെ നയിച്ചത്. ഗൗരി പിൻ സീറ്റിലും ദേവൻ ക്രിസ്റ്റിക്കൊപ്പം മുൻസീറ്റിലേക്കും കയറി. കാറ് സാവധാനം മുന്നോട്ട് നീങ്ങി. ഹൈറേഞ്ചിലെ വളഞ്ഞുകുളഞ്ഞ റോഡുകളിലൂടെ ആ വാഹനം ഒഴുകി നീങ്ങുമ്പോൾ ഗൗരി പുറത്തെ കാഴ്ചകളിലേക്ക് മിഴികൾ നട്ടിരുന്നു. റോഡിന് ഇരുവശവും തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഏലത്തോട്ടങ്ങൾ, ആ തോട്ടങ്ങളെ പൊതിഞ്ഞു നിൽക്കുന്ന മൂടൽമഞ്ഞ്. പ്രകൃതി ഒരുക്കിയ വിരുന്നിന്റെ ഭംഗി അവൾ നിശബ്ദയായി ആസ്വദിക്കുകയായിരുന്നു. മുൻസീറ്റിൽ ക്രിസ്റ്റിയും ദേവനും ഗൗരവകരമായ സംഭാഷണത്തിലായിരുന്നു. കുശലാന്വേഷണങ്ങൾ പെട്ടെന്ന് തന്നെ വിഷയത്തിലേക്ക് കടന്നു. സജീവനെ കുറിച്ചും അവനും കൂട്ടരും കൂടി അനന്തനെ ആക്രമിച്ചതിനെ കുറിച്ചുമൊക്കെ ക്രിസ്റ്റിക്ക് എന്തോ പറയാനുണ്ടെന്ന് സെബാസ്റ്റ്യൻ സാർ സൂചിപ്പിച്ചിരുന്നു. വാക്കുകളിൽ അല്പം ഗൗരവം കലർത്തി ദേവൻ പറഞ്ഞു നിർത്തി. അവന്റെ നോട്ടം അപ്പോൾ ക്രിസ്റ്റിയുടെ മുഖത്തായിരുന്നു. സ്റ്റിയറിംഗിൽ താളം പിടിച്ചും കൊണ്ട് റോഡിൽ നിന്നും കണ്ണെടുക്കാതെ തന്നെ ക്രിസ്റ്റി ഒന്ന് ചിരിച്ചു. ആ ചിരിയിൽ ഒളിപ്പിച്ചു വെച്ച എന്തോ ഒന്ന് ദേവനെ അസ്വസ്ഥനാക്കി. എല്ലാം നമുക്ക് വീട്ടിലെത്തിയിട്ട് സാവകാശം സംസാരിക്കാം, അതുപോലെ. ഒരു മറു ചോദ്യത്തിന് ഇടകൊടുക്കാത്ത വിധമുള്ള അവന്റെ മറുപടിക്ക് മുന്നിൽ ദേവൻ തലകുലുക്കി. അവൻ ദീർഘമായി ഒന്ന് നിശ്വസിച്ചുകൊണ്ട് പുറത്തെ കാഴ്ചകളിലേക്ക് കണ്ണു നട്ടു. ക്രിസ്റ്റി കാറിനകത്തെ മ്യൂസിക് സിസ്റ്റം ഓൺ ചെയ്തു. പുറത്തെ പ്രകൃതിയുടെ ഭംഗിക്ക് ചേരും വിധം മനോഹരമായ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കാറിനകത്ത് ഉയർന്നു. നിഗൂഢതകൾ ഒളിപ്പിച്ചു വെച്ച ആ ഹൈറേഞ്ചിലെ റോഡിലൂടെ കോടമഞ്ഞിനെ കീറി മുറിച്ചുകൊണ്ട് ആ കാർ തറേക്കാട് തറവാടിനെ ലക്ഷ്യമാക്കി നീങ്ങി. റോഡിൽ നിന്നും കാർ ഇൻഡിക്കേറ്റർ ഇട്ട് ഇടത്തേക്ക് തിരിയുമ്പോഴാണ് ഗൗരി ആ കാഴ്ച കണ്ടത്.
വഴിക്ക് കുറുകെ എന്നതുപോലെ തല ഉയർത്തി നിൽക്കുന്ന ഒരു കൂറ്റൻ കരിങ്കൽ മതിൽ. കാലപ്പഴക്കത്തിന്റെ ഗൗരവം വിളിച്ചോതുന്ന ആ മതിലിൽ പതിച്ചിരുന്ന ഗ്രാനൈറ്റ് ഫലകത്തിൽ തറേക്കാട് എന്ന തറവാട്ട് പേര് പ്രൗഢിയോടെ എഴുതി വെച്ചിട്ടുണ്ട്. മതിലിന്റെ വലിപ്പത്തിന് ചേരുന്ന വിധത്തിലുള്ള കൊത്തുപണികൾ നിറഞ്ഞ വലിയ ഇരുമ്പ് ഗേറ്റ് അവർക്കായി തുറന്നു കിടന്നിരുന്നു. ക്രിസ്റ്റി കാർ സാവധാനം അകത്തേക്കെടുത്തു. ഗൗരി ചുറ്റും നോക്കി. ഗേറ്റ് മുതൽ വീട് വരെ നീളുന്ന ചരൽ വിരിച്ച പാത, ഇരുവശത്തും ഭംഗിയായി വെട്ടി നിർത്തിയിരിക്കുന്ന അലങ്കാര ചെടികൾ, അവയ്ക്കിടയിലൂടെ കാറിന്റെ ടയറുകൾ ചരലിൽ അമരുന്ന ശബ്ദത്തോടെ ക്രിസ്റ്റി വണ്ടി പോർച്ചിലേക്ക് ഒതുക്കി നിർത്തി. പഴമയും പുതുമയും ഇടകലർന്ന ആ വലിയ വീടിന്റെ ഉമ്മറത്ത് വരാന്തയിലായി അവരെയും കാത്ത് രണ്ടുപേർ നിൽക്കുന്നുണ്ടായിരുന്നു. ക്രിസ്റ്റിയുടെ അപ്പച്ചൻ മാത്യുവും അമ്മ റാഹേലും. കാറിന്റെ ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങിയ ഗൗരിക്ക് ചുറ്റും നോക്കാൻ സമയം കിട്ടും മുൻപേ റാഹേലമ്മ ഓടി വന്ന് അവളെ ആലിംഗനം ചെയ്തു. വർഷങ്ങളായി പരിചയമുള്ള ഒരാളെ കാണുന്ന സ്നേഹത്തോടെയാണ് അവർ ഗൗരിയെ ചേർത്തു പിടിച്ചത്. അവരുടെ ആ പ്രതീക്ഷിക്കാത്ത സ്നേഹപ്രകടനത്തിൽ അല്പമൊരു അത്ഭുതത്തോടെ ഗൗരി നിൽക്കുമ്പോഴേക്കും ദേവനും കാറിൽ നിന്നും ഇറങ്ങി. മാത്യു അപ്പച്ചൻ നിറഞ്ഞ ചിരിയോടെ ദേവന് നേരെ കൈനീട്ടി. ആ വെൽക്കം മിസ്റ്റർ ഇൻസ്പെക്ടർ, ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ദേവന് ഷെയ്ക്ക് ഹാൻഡ് നൽകി. ഗൗരിയെ ചേർത്തു പിടിച്ചുകൊണ്ട് റാഹേലമ്മ ചോദിച്ചു, യാത്രയൊക്കെ സുഖമായിരുന്നോ മക്കളെ? ഒത്തിരി അങ്ങോട്ട് ക്ഷീണിച്ചു പോയി കാണല്ലേ? റാഹേലമ്മയുടെ ആ ചോദ്യത്തിലെ നിഷ്കളങ്കമായ സ്നേഹം കണ്ടപ്പോ ദേവൻ ചിരിയോടെ തലയാട്ടി. ഓ, വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു അമ്മച്ചി. അപ്പോഴേക്കും മാത്യുച്ചായൻ ഇടപെട്ടു. എടി റാഹേലെ, വാർത്താനമൊക്കെ നമുക്ക് പിന്നെയും പറയാടി. പിള്ളേര് ദൂരയാത്ര കഴിഞ്ഞ് വരുമല്ലേ, അവരൊന്ന് കുളിച്ച് ഫ്രഷായിട്ട് വരട്ടെ. അതിനു മുന്നേ അവർക്ക് എന്തിനും കുടിക്കാനെടുക്ക്. അദ്ദേഹം ക്രിസ്റ്റിയെ നോക്കി. എന്നിട്ട്, ക്രിസ്റ്റി, നീ എന്നിട്ട് അവരെ മുകളിലത്തെ ആ മുറിയിലോട്ട് ഒന്ന് കൊണ്ടാക്ക്. വാ. ക്രിസ്റ്റി അവരെയും കൂട്ടി വീടിനുള്ളിലേക്ക് കയറി. അവരകത്തേക്ക് കയറിയതും നേരത്തെ പറഞ്ഞു വെച്ചിരുന്നത് പോലെ അല്പം പ്രായമുള്ള ഒരു സ്ത്രീ ഒരു ട്രെയിൽ മാംഗോ ജ്യൂസുമായി വന്നു. കുടിക്ക മക്കളെ, ഇവിടത്തെ മാവിലുണ്ടായതാ. റാഹേലമ്മച്ചി ട്രെയിൽ നിന്നും ജ്യൂസിന്റെ ഗ്ലാസുകൾ എടുത്ത് ആദ്യം ഗൗരിക്ക് നേരെ നീട്ടി. അയ്യോ അമ്മച്ചി, പല്ലൊന്നും തേച്ചിട്ടില്ല, അത് കഴിഞ്ഞാവാം. അവൾ സ്നേഹത്തോടെ അത് നിരസിച്ചപ്പോ അവർ ആ ഗ്ലാസ് തിരികെ ട്രെയിലേക്ക് തന്നെ വെച്ചു. എന്നാ പിന്നെ മക്കള് ചെന്ന് ഒന്ന് ഫ്രഷ് ആയിട്ട് വാ, അപ്പോഴേക്കും അമ്മച്ചി കഴിക്കാനുള്ളതും കൂടെ എടുത്തു വെക്കാം. ഡാ ക്രിസ്റ്റിയെ, പിള്ളേർക്ക് ആ മുറി ഒന്ന് കാണിച്ചു കൊടുത്തേ. റാഹേൽ അമ്മച്ചി പറഞ്ഞതും ക്രിസ്റ്റി അവരെയും വിളിച്ചുകൊണ്ട് മുകളിലേക്കുള്ള പടികൾ കയറി. തേക്കിന്റെ തടിയിൽ പണിത തിളങ്ങുന്ന ഗോവണിപ്പടികൾ കയറി അവർ മുകളിലത്തെ നിലയിലേക്കെത്തി. നീളൻ വരാന്തയുടെ അറ്റത്തുള്ള ഒരു മുറിയുടെ വാതിൽ ക്രിസ്റ്റി അവർക്കായി തുറന്നു കൊടുത്തു. നിങ്ങളൊന്ന് ഫ്രഷായിട്ട് വാ, അപ്പോഴേക്കും താഴെ ഫുഡും റെഡിയാകും. ഇത്രയും പറഞ്ഞ് ക്രിസ്റ്റി തിരികെ താഴേക്ക് പടിയിറങ്ങിപ്പോയി. ദേവൻ മുറിക്കുള്ളിലേക്ക് കയറി വാതിലടച്ചു. വാതിലിന്റെ കുറ്റിയിട്ട് തിരിയുമ്പോൾ അവൻ കണ്ടത് ജനാലക്കരികിൽ പുറത്തെ കാഴ്ചകളിലേക്ക് നോക്കി നിൽക്കുന്ന ഗൗരിയെയാണ്. ജനലഴികളിലൂടെ അരിച്ചെത്തുന്ന തണുപ്പിനെ അവൾ ആസ്വദിക്കുന്നുണ്ടായിരുന്നു. ദൂരെ കോടമഞ്ഞ് പുതച്ചു നിൽക്കുന്ന മലനിരകൾ, ഇടതുവശത്ത് തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഏലച്ചെടികൾ, അതിനുമപ്പുറം പച്ചപ്പട്ട് വിരിച്ചതുപോലെ തേയിലത്തോട്ടങ്ങൾ. പ്രഭാതമായിട്ടും മഞ്ഞുകണങ്ങൾ അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്നത് ആ കാഴ്ചയ്ക്ക് വല്ലാത്തൊരു വശ്യത നൽകുന്നുണ്ട്. ശബ്ദമുണ്ടാക്കാതെ അവൾക്ക് പിന്നിലെത്തിയ ദേവൻ ഇരു കൈകൾ കൊണ്ടും അവളെ വട്ടം കെട്ടിപ്പിടിച്ചു. പെട്ടെന്നുള്ള ആ സ്പർശനത്തിൽ ഒന്ന് ഞെട്ടിയെങ്കിലും ചുണ്ടിലൊരു ചെറു പുഞ്ചിരിയോടെ അവൾ അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. പുറത്തെ തണുപ്പിൽ അവന്റെ ശരീരത്തിന്റെ ചെറു ചൂട് അവൾക്കൊരാശ്വാസമായിരുന്നു. ഹണിമൂണിന് പറ്റിയ സ്ഥലം അല്ലേ ഗൗരികുട്ടി? ചെവിയിൽ ചുണ്ടുകൾ അമർത്തിക്കൊണ്ടുള്ള അവന്റെ ആ ചോദ്യത്തിലെ കുസൃതി ഇഷ്ടപ്പെട്ടെങ്കിലും കള്ള ദേഷ്യം നടിച്ച് അവൾ തിരിഞ്ഞ് അവന്റെ കയ്യിൽ ആഞ്ഞൊരു നുള്ളു കൊടുത്തു. അതിനു മറുപടി എന്നോണം ദേവൻ അവളുടെ പിൻകഴുത്തിൽ മെല്ലെ ഒന്ന് കടിച്ചു. ഇക്കിളി കൊണ്ട് അവൾ തല വെട്ടിച്ചു. നമുക്കേ 2 ദിവസം കഴിഞ്ഞ് പോയാൽ മതിയല്ലേ? ഷിബുവിനോട് നീ നുണ പറഞ്ഞൊന്നും വേണ്ട. വേണ്ടി വന്നാൽ ഹണിമൂൺ ഇപ്പോൾ തന്നെ തുടങ്ങുമെന്ന മട്ടിൽ അവൻ ഒന്നുകൂടി അവളുടെ ശരീരത്തിലെ കൊട്ടി. തിരിഞ്ഞു നോക്കാതെ അവൾ ചിരിച്ചു. 2 ദിവസമല്ല, ഒരാഴ്ചയായാലും എനിക്ക് വിരോധമൊന്നുമില്ല മോനെ. അവളുടെ ആ മറുപടി കേട്ട് ദേവന്റെ കണ്ണുകൾ വിടർന്നു. എടീ പെണ്ണേ, നീ ആള് കൊള്ളാലോ. അത് കേട്ട് വിടർന്ന ചിരിയോടെ അവൾ പെട്ടെന്ന് തിരിഞ്ഞ് അവനെ വട്ടം കെട്ടിപ്പിടിച്ച് അവന്റെ കവിളിൽ പല്ലുകൾ അമർത്തി ഒരൊറ്റക്കടി. അതേ കുറുമ്പോടെ അവളെ തിരികെ വരിഞ്ഞു മുറുക്കാൻ ശ്രമിക്കുമ്പോഴേക്കും അവൾ കുതറി മാറിയിട്ട് ഓടി വാഷ്റൂമിനകത്തേക്ക് കയറി വാതിലടച്ചു കളഞ്ഞു. അടഞ്ഞ വാതിലിലേക്ക് നോക്കി കുറച്ചു നേരം അവൻ അവിടെ നിന്നു. പിന്നെ മുഖത്തൂറിയ ചിരി മാറാതെ തന്നെ മെത്തയിലേക്ക് മലർന്നു കിടന്നു. മരം കൊണ്ട് പാനൽ ചെയ്ത ആ മുറിയുടെ മനോഹാരിതയിലേക്ക് നോക്കുമ്പോൾ
ക്രിസ്റ്റിക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്തായിരിക്കും എന്ന ചിന്തയായിരുന്നു അവന്റെ മനസ്സിൽ നിറഞ്ഞു നിന്നത്. തുടരും. പ്രിയ പ്രണയിനി, അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കഥയ്ക്ക് അഭിപ്രായങ്ങളും ലൈക്കുകളും ഹൈപ്പും ഒക്കെ നൽകുന്നതിനോടൊപ്പം തന്നെ കഥയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുത്തേക്കണേ. താങ്ക്